തിയോളജി പഠനത്തിൻ്റെ ഒരു വിഷയം മേൽവിലാസമില്ലാത്തവർ. ലോകത്തിലെല്ലാവർക്കും മേൽവിലാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലാത്തവരുണ്ട്. ചില മേഖലയിൽപ്പെട്ടവർക്കൊക്കെ അഡ്രസ്സും നമുക്കെല്ലാം ആധാർ കാർഡും, ഇന്ത്യൻ പൗരനാണെങ്കിലും എനിക്കെല്ലാ കാർഡും, ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ കാർഡ്, ഐഡൻറ്റിറ്റി കാർഡ്, വോട്ടർ ഐ ഡി കാർഡുകൾ, പാൻ കാർഡ്, ഇങ്ങനെ പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, എല്ലാ കാർഡുകളും ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യൻ പൗരനായിട്ട് നമുക്ക് ഔദ്യോഗികമായി നമ്മളുടെ ഐഡൻറ്റിറ്റി തെളിയിക്കാൻ കാർഡുള്ളത് ഒരു മേൽവിലാസമാണ്. നാം താമസിക്കുന്ന ഇടങ്ങളിൽ നമുക്കൊരു പേരുണ്ട്, വീട്ടുപേരുണ്ട്, വീടിനൊരു നമ്പറുണ്ട്, നമ്മുടെ വസ്തുവിന് വീടിനൊക്കെ ഒരു ആധാരമുണ്ട്, അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്പറുണ്ട്. ഇങ്ങനെയുള്ള ഐഡൻറ്റിറ്റി പ്രൂഫ് ഉള്ളതുപോലെ മേൽവിലാസമില്ലാത്തവർ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളെ തിരുവഴുത്തിലൂടെ ചില കാര്യങ്ങൾ ഓർപ്പിക്കുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അനേക വ്യക്തികളെക്കുറിച്ച് പേരുള്ളതും പേരില്ലാത്തതുണ്ട്, ബൈബിൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ ചിലരുടെ പേരുകളും പാരമ്പര്യങ്ങളും കുലത്തെക്കുറിച്ചൊക്കെ വിശുദ്ധ ബൈബിൾ, പ്രത്യേകിച്ചും യഹൂദ കൾച്ചർ അനുസരിച്ച്, നമുക്കോ ലോകത്തുള്ള മറ്റു വിഭാഗങ്ങളിലും വ്യത്യസ്തമായി ഇതിൽ ഉള്ളതാണ്. യഹൂദനെ സംബന്ധിച്ചിടത്തോളം വംശപാരമ്പര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. എസ്രായുടെ പുസ്തകം 2-ാം അധ്യായം 62-ാം വാക്യത്തിൽ ഈ പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന പുരോഹിതന്മാരുടെ വംശാവലി രേഖ പരിശോധിച്ചിട്ട് കൃത്യമായ തെളിവില്ലാത്തതുകൊണ്ട് അവരെ പൗരോഹിത്യത്തിൽ നിന്നും വിലക്കി എന്ന് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആരെങ്കിലും എവിടുന്നേലും വലിഞ്ഞു കയറി വന്നാൽ യഹൂദനാണ്, ഞാൻ യഹൂദനാണെന്നും പറഞ്ഞാൽ ഒന്ന് യഹൂദൻ അംഗീകരിക്കുകയില്ല, വിശ്വസിക്കുകയില്ല. ഏറ്റവും കുറഞ്ഞൊരു വിവാഹത്തിന് ഒരു പെൺകുട്ടിയോ ഒരു ആൺകുട്ടിയോ, വരനെയോ അധുവിനെയോ അവർ ഉത്തരവാദിത്തപ്പെട്ട തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 4 തലമുറയുടെ എങ്കിലും തെളിവ് ഹാജരാക്കണമെന്നാണ് പഴയ പ്രമാണത്തിലുള്ളത്. ഇന്ന് അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആധുനിക കാലത്ത് എല്ലാത്തിനും മാറ്റം വന്നല്ലോ. അപ്പോൾ ഒന്നും രേഖപ്പെടുത്താത്തവരും അഡ്രസ്സ് ഇല്ലാത്തവരും കെയർ ഓഫ് ഇല്ലാത്തവരും ഒക്കെ ഉണ്ട്. ഇത് കർത്താവ് സൃഷ്ടാവ് നിലയിൽ മുഖപക്ഷം കാണിച്ചാണോ? അല്ല. പക്ഷേ തൻ്റെ മാതാക്കളെ കുലത്തെക്കുറിച്ചൊന്നും ഏലിയാവിനെ കുറിച്ച് രേഖപ്പെടുത്തിയില്ലെങ്കിലും ഇന്ന് വർത്തമാന കാലത്തും ഏലിയാവിനെ കുറിച്ച് ഇന്നും അനേകർ പ്രസംഗിക്കുകയും പുസ്തകങ്ങൾ എഴുതുന്നത് മേൽവിലാസമൊന്നുമില്ലെങ്കിലും ദൈവം തിരഞ്ഞെടുത്താണ്. 3-ാമത്തേത് ഇത്താഹ് നല്ല യോദ്ധാവും കാര്യപ്രാപ്തിയും നേതൃത്വ ഗുണമുള്ളവനായിരുന്നെങ്കിലും വേശ്യാപുത്രൻ എന്ന ദുഷ്പേര് ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ ഇതൊക്കെയാണെങ്കിലും ന്യായാധിപന്മാർ 11-1 ദൈവം ഇസ്രായേൽ ജനത്തിന് ന്യായാധിപനായി ചുമതലയേൽക്കുവാൻ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയും അദ്ദേഹം എളിമയോടെ ആ ദൗത്യം വിശ്വസ്തയോടെ ചെയ്തു എന്നും തിരുവെഴുത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. 4 എബേസിൻ്റെ പേര് തിരുവെഴുത്തിലുണ്ടെങ്കിലും മറ്റ് പ്രശസ്തിയൊന്നുമില്ല. മറ്റു പലർക്കും അധികാരവും പ്രശസ്തിയും പലവിധത്തിലുള്ള കഴിവുണ്ടെങ്കിലും മാന്യതയില്ലാത്തവരാണ്. കാരണം മാന്യനായിരുന്നു എന്ന എബേസ് തൻ്റെ സഹോദരന്മാരെക്കാളൊക്കെ മാന്യനായിരുന്നു എന്ന് 1 ദിനവൃത്താന്തം 4:9 പറയുന്നത് നമ്മളിന്ന് കരുതുന്ന മാന്യതയാണോ തിരുവെഴുത്തെന്ന് അറിയില്ലെങ്കിലും മാന്യൻ എന്ന് പറയുമ്പോൾ സംസാരത്തിലും പ്രവൃത്തിയിലും ജീവിതശൈലിയിലും പൊളൈറ്റ്നസ്, അത് ചിലരെ കണ്ടാൽ പ്രത്യക്ഷത്തിൽ നമുക്ക് വളരെ മാന്യനാണെന്ന് തോന്നുന്നവരൊക്കെ അവരുടെ സ്വകാര്യ ജീവിതങ്ങളിൽ മാന്യത അല്ലാത്തതുണ്ട്. അത് നമ്മളാണ്, അതൊരു കപടവേഷവും കപടഭക്തരും ഒക്കെയാണ്. പക്ഷെ എത്ര കാലം അങ്ങനെ മൂടി വെക്കാൻ കഴിയും? പക്ഷേ എബേസ് മാന്യനായിരുന്നത് തിരുവെഴുത്ത് പറയുമ്പോൾ നമ്മൾ അങ്ങനെ വിശ്വസിച്ചേ പറ്റൂ. ക്രിസ്തു നേരിട്ട് തിരഞ്ഞെടുത്ത ശിഷ്യന്മാരിൽ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരൊഴികെ മറ്റ് 9 പേരുടെ പേരിൽ സുവിശേഷമോ ലേഖനങ്ങൾ അല്ലെങ്കിൽ എപ്പിസ്റ്റോളസ് എഴുത്തുന്നതാണ് ഇല്ല. വചനത്തിൽ അവരെക്കുറിച്ച് മറ്റു കാര്യങ്ങളെക്കുറിച്ച് വിശദമായി എഴുതിയിട്ടുമില്ല. പത്രോസിൻ്റെ അമ്മായിയമ്മയെക്കുറിച്ച് പറയുന്നെങ്കിലും ബാക്കിയുള്ളവരെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ ഒന്നും തിരുവെഴുത്ത് പറയുന്നില്ല. അതുകൊണ്ട് അവർക്ക് കുടുംബമില്ലെന്നല്ല കേട്ടോ. 6-ാമത്തേത് യേശുവിൻ്റെ പിതാവായ യോസഫ് എന്നല്ലാതെ എല്ലാ അർത്ഥത്തിലും പ്രസിദ്ധനാകേണ്ടതാണ്. 1 ദാവീദിൻ്റെ കുലത്തിലും ഗോത്രത്തിലും ഉള്ളവനായിട്ടും
ദൈവത്തിൻ്റെ അപ്പൻ നിലയിലും യേശുവിൻ്റെ അപ്പനായ യോസെഫിനെ കുറിച്ച് കാര്യമായ തിരുവെഴുത്തുകളൊന്നും പറയുന്നില്ല. എന്നാൽ പക്ഷേ ലഭ്യമല്ല. ചിലതൊക്കെ ഊഹാപോഹങ്ങൾ മാത്രമേ ഉള്ളൂ. അതൊന്നും ആരും വിശ്വസിക്കുന്നത്, അത് അപ്പോക്രിഫൽ എഴുത്തുകളിൽ അതിനെക്കുറിച്ചുണ്ട്. അത് വിശ്വസനീയമല്ല, അത് ഒരു ഭാവന മാത്രമാണ്. യേശുവിൻ്റെ ബാല്യത്തെക്കുറിച്ചോ യോസെഫിനെ കുറിച്ചൊന്നും കാര്യമായ രേഖപ്പെടുത്തിയിട്ടില്ല ബൈബിളിൽ. എപ്പോൾ മരിച്ചു എന്നും എഴുതിയിട്ടില്ല. ഏഴാമത്തെ പ്രധാനപ്പെട്ട ആൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് തിമായുടെ മകനായ മെത്തിമായി. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 42 പിന്നെ 52 വാക്യങ്ങൾ എഴുതിയിരിക്കുന്ന വഴിയരികിൽ ഇരുന്ന് ഭിക്ഷയാചിക്കും. എരിഹോ പട്ടണം പണ്ടത്തെ സിൽക്ക് റൂട്ടാണ്. ചൈനയിൽ നിന്ന് തുടങ്ങി ഇന്നത്തെ ഇന്ത്യയിൽ, അന്നത്തെ ഇന്ത്യയിൽ പെഷവാറും ഒക്കെ ഉണ്ടായിരുന്ന അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനിൽ കൂടെ കടന്നുപോയി ഇസ്രയേലിലെ അന്നത്തെ പ്രമുഖ പട്ടണമായിരുന്ന ക്രയവിക്രയങ്ങൾ അല്ലെങ്കിൽ ടാക്സ് കളക്ടേഴ്സ് ഉണ്ടായിരുന്നു. അവിടെയായിരുന്നു ചുങ്കക്കാരമത്തായി ഒക്കെ ഇരുന്നത്. അതിൽ നിന്ന് സ്വദേശത്തുള്ളവരൊക്കെ വിദേശത്തുമായി ഇങ്ങനെ വരുമ്പോൾ ഭിക്ഷയാചിക്കാനിരുന്ന ഒരാളാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വിഷയമാണ് ഈ വിഷയത്തിലേക്ക് എന്നെ ചിന്തിപ്പിക്കാനിടയായത്. തിമായിയുടെ മകനായ ബർത്തിമായി, അപ്പന്റെ പേരും മകന്റെ പേരും ഭിക്ഷയാചിച്ച്. നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, നമ്മുടെയൊക്കെ മുൻപിൽ ഭിക്ഷയാചിച്ചുകൊണ്ട് പലരും വരുന്നുണ്ട്. ചിലർ മറ്റ് രോഗത്തിന്റെ പേരിൽ പറഞ്ഞും വരുന്നുണ്ട്. പക്ഷെ ഭിക്ഷക്കാരൻ എന്ന എഴുതിയിരിക്കും, ബഗർ. ഭിക്ഷക്കാരന് ആരെങ്കിലും ആധാർ കാർഡ് കൊടുത്തിട്ടുണ്ടോ? ആരെങ്കിലും ഐഡന്റിറ്റി കാർഡ് കൊടുക്കുമോ? ആരെങ്കിലും പാസ്പോർട്ട് എടുത്തു കൊടുക്കുമോ? പ്രൂഫ് ഒന്നുമില്ലാത്ത ഭിക്ഷക്കാരന്റെ പേരും അവന്റെ അപ്പന്റെ പേരും തിരുവെഴുത്തിൽ എഴുതിയത് ഞാൻ നിങ്ങൾ ഓർക്കണം. സമൂഹം നമ്മളെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരായും, സമൂഹം നമ്മളെ തള്ളിക്കളയുമ്പോൾ, കുടുംബം നമ്മളെ ഒറ്റപ്പെടുത്തി കളയുമ്പോൾ, നമ്മളെ അപഹസിക്കുമ്പോൾ, നമ്മളെ പരിഹസിക്കുമ്പോൾ ഓർക്കണം, ദൈവം നമ്മളെ ചേർത്ത് നിർത്തും. നമ്മുടെ പേരും അവന്റെ പേരും അവന്റെ അപ്പന്റെ പേരും തിരുവെഴുത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ കുലമഹിമ പറഞ്ഞവരും പലരും പലതിൻ്റെയും പേര് തിരുവെഴുത്തുകളിൽ ഇല്ല എന്നും കേൾവിക്കാർ ഓർക്കണം. അപ്പൊ എനിക്ക് കാരണം ആരും തന്നെ ഭിക്ഷക്കാരൊന്നും ചെയ്യാറില്ല. ബർത്തിമായി എന്നതിന്റെ തിമായുടെ പുത്രൻ എന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ പിതാവിന്റെ രേഖയും പേരും പുത്രന്റെ പേരും തിരുവെഴുത്തിൽ എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ നല്ല നിലയിലായിരുന്ന ഒരു വ്യക്തിയുടെ ശോചനീയമായ അവസ്ഥയാകാം. മുൻപ് ഇദ്ദേഹവും മകനും നല്ല നിലയിൽ ജീവിച്ച് പിന്നീട് ഉണ്ടാകുന്ന എനിക്കറിയില്ല, തിരുവഴുത്തിൽ അങ്ങനെ ഇല്ലെങ്കിലും എൻ്റെ ചിന്തകളാണ് ഞാനൊരു ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഭിക്ഷക്കാരനായാലും അവൻ്റെ അപ്പൻ്റെ പേരും സാധാരണക്കാരൻ്റെ പേരും തിരുവഴുത്തുകളിൽ ഉണ്ട്. അതുപോലെ സമൂഹത്തിൽ നമ്മളെ മറ്റുള്ള തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്ത നല്ലൊരു കർത്താവുണ്ട്. വീണ്ടും കർത്താവിൻ്റെ വചനത്തിലേക്കും അതിൻ്റെ മർമ്മങ്ങളിലേക്കും ഞാൻ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം നമ്മുടെ ടോപ്പിക്ക് മേൽവിലാസമില്ലാത്തവർ. ഞാനും നിങ്ങൾ മേൽവിലാസമില്ലാത്തവരാണ്. എന്നെ സ്വദേശത്തും വിദേശത്തുമായി കേൾക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾക്ക് പലതും ഉണ്ടായിരിക്കാം, പക്ഷെ പറയാനൊരു പേരില്ലാത്തതാണോ? അതെ, പലതരത്തിൽ ഇത്താവിനെ വിളിച്ച പോലെ തെറ്റായ പദപ്രയോഗം നിങ്ങളെ വിളിക്കുന്നുണ്ടോ? നിങ്ങൾ കള്ളന്റെ മകനെന്നും വിചാരിയുടെ മകനെന്നും ഭോഷനെന്നും ഒക്കെ വിളിക്കുന്നുണ്ടോ? കേൾക്കുമ്പോൾ ദുഃഖം തോന്നും, ശരിയാണ്. പക്ഷെ എന്നെ നിങ്ങളെ മേൽവിലാസം ഉണ്ടാക്കി ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത കഷ്ടപ്പെട്ട ഈ നാട്ടിലുള്ള ജനങ്ങളെ, അതേ 15-ാം നൂറ്റാണ്ട്, 16-ാം നൂറ്റാണ്ട്, 15 നൂറ്റാണ്ട് മുതൽ പാശ്ചാത്യർ വന്നത് ഇന്ത്യയിൽ, കേരളത്തിൽ വന്നു. അത് പോർച്ചുഗീസുകാരും ഡച്ച്, നെതർലൻഡുകാരും ഫ്രഞ്ചുകാരും പിന്നെ ബ്രിട്ടീഷുകാരും വന്നു. നമ്മളെ വസ്ത്രം ധരിപ്പിക്കാൻ പഠിപ്പിച്ചു, വിദ്യ അക്ഷരം പഠിപ്പിച്ചു, നമ്മൾ കഴിവുള്ളവരാക്കി. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ പോയി. കേരളീയരെ നന്നാക്കിയത് ഇവിടുത്തെ ഇടത് വലത് പക്ഷ ഭരണകൂടമല്ല, ഇന്ത്യ ഗവൺമെന്റ് അല്ല, മറിച്ച് ഇന്ത്യക്കാർ നേടിയെടുത്ത വിദ്യാഭ്യാസത്തിന്റെ പുറത്ത് അവർ, അത് എൻ്റെ ചെറുപ്പത്തിൽ കൊളംബായിരുന്നു, ശ്രീലങ്കയുടെ കൊളംബോ ആയിരുന്നു, പിന്നെ മലേഷ്യയായി, സിംഗപ്പൂരായി, പിന്നെ ഗൾഫുകളായി, പിന്നെ അതിനുശേഷം ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും അയർലൻഡും ന്യൂസിലൻഡും തുടങ്ങി US, കാനഡ തുടങ്ങി വിദേശ രാജ്യങ്ങളൊക്കെ പോയത് മലയാളിയുടെ കഴിവുകൊണ്ടാണ്. അവനെ കഴിവുള്ളവരാക്കി മേൽവിലാസം നൽകിയത് പാശ്ചാത്യരുടെ ആഗമനവും അതിൽ നിന്ന് തുടങ്ങിയ വിദ്യാഭ്യാസമാണെന്ന് മറക്കരുത്.
അതുകൊണ്ട് എന്നെ നിങ്ങളെ മേൽവിലാസം ഉണ്ടാക്കി തരുന്ന തിരുവഴുത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.